സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ സമസ്ത തുറന്ന പോരിലേക്ക്. പുനരാലോചനയ്ക്ക് അല്ലെങ്കിൽ പിന്നെന്തിനാണ് ചർച്ചയെന്ന് മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം ചോദിച്ചു. സമുദായത്തെ അവഗണിച്ച് മുന്നോട്ടു പോയാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പും അദ്ദേഹം നൽകി. അതേസമയം തീരുമാനത്തിൽ ഉറച്ചു മുന്നോട്ടെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പ്രവൃത്തി മാറ്റം സംബന്ധിച്ച് ചർച്ചയാകാമെന്ന് മന്ത്രി നിലപാടെടുത്തതോടെയാണ് ഇടഞ്ഞുനിന്ന സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ അയഞ്ഞത്. വൈകി വന്ന തീരുമാനത്തിൽ അതൃപ്തിയോടെയാണെങ്കിലും സമസ്ത അനുഭാവപൂർവമായ നിലപാടെടുത്തു. ചർച്ചയാവാമെങ്കിലും തീരുമാനത്തിൽ നിന്ന് പുറകോട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കണ്ണൂരിൽ നിലപാട് വ്യക്തമാക്കി. സമയമാറ്റം ഒന്നും വന്നിട്ടില്ല, അതെല്ലാം അവരെല്ലാം ഇപ്പോഴാണ് അതെല്ലാം അറിയുന്നത്. അവരുമായ ഒരു ചർച്ചയ്ക്ക് ഇന്ന് ഞാൻ ജെഫ്രി തങ്ങളുമായിട്ട് സംസാരിച്ചു. അവരുമായുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഈ തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചർച്ച. മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ അനുഭാവ തീരുമാനമുണ്ടാകുമെന്ന് കരുതിയ സാമുദായിക സംഘടനകൾ ഇതോടെ വീണ്ടും ഇടഞ്ഞു. ഇത് ധിക്കാരമെന്നും മുസ്ലിം സമുദായത്തെ അവഗണിച്ചാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും സർക്കാരിനും മന്ത്രിക്കും മുന്നറിയിപ്പ്. എല്ലാ ഗവൺമെന്റുകളും അങ്ങനെ വരുമ്പം പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്. അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും. അതിൻ്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും. ആരായിരുന്നു ഞങ്ങളുടെ തീരുമാനത്തിൽ ഞങ്ങളും പിന്നോട്ടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ മന്ത്രിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവരെ ബോധ്യപ്പെടുത്തും. പഠന സമയത്തിൽ കോടതി വിധിയെ മുൻനിർത്തി സംഘടനകളെ അനുനയിപ്പിക്കാനാണ് സർക്കാർ നീക്കം. ഹൈസ്കൂൾ ക്ലാസുകളിൽ മാത്രം അരമണിക്കൂർ സമയമാറ്റം ഉണ്ടാകുമെന്നാണ് സർക്കാർ വിശദീകരിക്കുക. ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയ കഴിഞ്ഞ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിനെതിരെ കോടതിയെ സമീപിച്ചത് പ്രതിപക്ഷ സംഘടനകളാണെന്നും മന്ത്രി യോഗത്തിൽ വിശദീകരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.